പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് കണ്ടു. ഷറഫുദ്ദീന്റെ വളരെ മനോഹരമായ ഒരു ഫൺ മൂവി. വളരെ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ നിറഞ്ഞ കൈയടിയും ചിരിയും സമ്മാനിക്കുന്ന ഒരു നല്ല സിനിമ. ഗോകുലവും ഷറഫുദ്ദീനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഈ സിനിമ എന്തുമാത്രം ഒരു ഗ്യാരണ്ടീഡ് സിനിമയാണെന്ന്. ആ ഗ്യാരണ്ടി ഒരിക്കലും അവർ തെറ്റിച്ചിട്ടുമില്ല. പ്രണീഷ് വിജയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയോ മറ്റോ ആണ്. പക്ഷേ ഒരു നവാഗത സംവിധായകന്റെ ഒരു കയ്യൊപ്പും ഈ സിനിമയിൽ കാണാനില്ല. കാരണം ഒരു തഴക്കവും പഴക്കവും ചെന്ന സംവിധായകൻ ചെയ്ത ഒരു സിനിമ തന്നെയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് ഉറപ്പിച്ച് പറയാം. നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനം തന്നെയാവും ഈ സംവിധായകൻ. പ്രണീഷ് വിജയും രാജേഷ് മുരുകേഷും ചേർന്നാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ. വളരെ അച്ചടക്കത്തോടുകൂടി ആൾക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിൽ അവർ ആ കോമഡി മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീന്റെ നായികയായി ഇതിലെത്തുന്നത് അനുപമ പരമേശ്വരനാണ്. എനിക്ക് തോന്നുന്നു പ്രേമത്തിനൊക്കെ ശേഷം അനുപമയും ഷറഫുദ്ദീനും ഒന്നിക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും സംവിധായകന് ആ ജോഡിയിൽ തെറ്റുപറ്റിയിട്ടില്ല. വളരെ നല്ല രീതിയിൽ ആ ജോഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രിയും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടതൊന്ന് രാജേഷ് മുരുകേഷിന്റെ മ്യൂസിക്കാണ്. ആ BGM എല്ലാം ഒരു പ്രത്യേക തരം ഫീല് നമുക്ക് തിയേറ്ററിൽ തരുന്നുണ്ട്. ആദ്യം ഈ സിനിമ ഒരു ഇന്റർനാഷണൽ ലെവൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പതുക്കെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒട്ടും നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ ആ മ്യൂസിക്കിൽ കൂടി ആ സിനിമയുടെ ആ ഓളം കൊണ്ടുവരാൻ എന്തായാലും മ്യൂസിക് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആനന്ദ് C. ചന്ദ്രനാണ് ഇതിന്റെ സിനിമോട്ടോഗ്രഫി. നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല കളർഫുള്ളായി നല്ല രീതിയിൽ ഈ സിനിമ തിയേറ്ററിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇതിലെ ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. അഭിനവ് സുന്ദറിന്റെ എഡിറ്റിംഗ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ലാഗും ഇല്ലാതെ നമുക്കൊരു 2.5 മണിക്കൂറിൽ കൂടുതൽ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്ന അദ്ദേഹമാണ്. എന്തായാലും പ്രണീഷ് വിജയ് എന്ന് പറയുന്ന പുതിയ ഒരു സംവിധായകന് ഗോകുലവും ഷറഫുദ്ദീനും ഡേറ്റ് കൊടുത്തത് മറ്റൊന്നും കൊണ്ട് തന്നെയല്ല. കാരണം ഒരു നല്ല സിനിമ ആണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട്. സംവിധായകനിൽ അവർക്കുള്ള വിശ്വാസവും. എന്തായാലും ആ വിശ്വാസം സംവിധായകൻ തെറ്റിച്ചിട്ടില്ല. നമുക്കത് ഉറപ്പിച്ച് തന്നെ തിയേറ്ററിലേക്ക് പോവാം. ദയവായി OTT നോക്കിയിരിക്കാതെ ഈ ചിത്രം തിയേറ്ററിൽ തന്നെ കാണണം. നമ്മുടെ ഷറഫുദ്ദീൻ അല്ലേ നിർമ്മാതാവ്, അപ്പോൾ നമുക്ക് തിയേറ്ററിൽ തന്നെ ഇത് കാണാം.